നമസ്കാരം. ജസ്റ്റേഷണൽ ഡയബറ്റീസ് അഥവാ ഗർഭകാലത്തെ പ്രമേഹം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. സാധാരണയായി ഗർഭിണികളിൽ കണ്ടുവരുന്നത് രണ്ട് തരത്തിലുള്ള പ്രമേഹമാണ്. ഒന്ന്, പ്രമേഹമുള്ള സ്ത്രീകൾ ഗർഭിണികളായി മാറുന്ന ഒരവസ്ഥ, അതായത് ഒവേർട്ട് ഡയബറ്റീസ്, അല്ലെങ്കിൽ ഗർഭകാലത്ത് പുതുതായി അല്ലെങ്കിൽ ആദ്യമായി കണ്ടുപിടിക്കുന്ന ഡയബറ്റീസ്. ഇതാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ്. ഇന്ന് ജസ്റ്റേഷണൽ ഡയബറ്റീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ജസ്റ്റേഷണൽ ഡയബറ്റീസ് പ്രഗ്നൻസി ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരവസ്ഥയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണയായി സെക്കൻഡ് ട്രൈമസ്റ്ററിൽ, അതായത് 24 മുതൽ 28 ആഴ്ച വരെ ആകുമ്പോഴാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന ഗർഭകാലത്തിലെ പ്രമേഹം രൂപപ്പെടുവാനുള്ള സാധ്യതയുള്ളത്. മറ്റുള്ള പ്രമേഹങ്ങളെ പോലെ കൂടുതലായിട്ട് വെള്ളം കുടിക്കാൻ തോന്നുക, വളരെയധികം മൂത്രം ഒഴിക്കാനുള്ളൊരവസ്ഥ ഉണ്ടാവുക, അല്ലെങ്കിൽ വെയിറ്റ് വല്ലാതെ കുറയുക, ഇത്തരം സിംറ്റംസ് ഒന്നും ജസ്റ്റേഷണൽ ഡയബറ്റീസിൽ കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റുട്ടീനായിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. സാധാരണയായി ഗൈനക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡയബറ്റോളജിസ്റ്റോ എൻഡോക്രൈനോളജിസ്റ്റോ ഒക്കെ ഒരു 75 ഗ്രാം OGTT എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ നിർണ്ണയിക്കുന്നത്. ഫാസ്റ്റിംഗ് ഷുഗർ ലെവല് 92 മില്ലിഗ്രാം പെർസെൻറ്റേജിന് മുകളിലാണെങ്കിലോ, അല്ലെങ്കിൽ 1 മണിക്കൂറിന് ശേഷമുള്ള ഷുഗർ ലെവല് 180 മില്ലിഗ്രാം പെർസെൻറ്റേജിന് മുകളിലാണെങ്കിലോ, അല്ലെങ്കിൽ 2 മണിക്കൂറിന് മുകളിലുള്ള ഷുഗർ ലെവല് 153 മില്ലിഗ്രാം പെർസെൻറ്റേജിന് മുകളിലാണെങ്കിലോ നിങ്ങൾക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എങ്ങനെയാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് മാനേജ് ചെയ്യുന്നതെന്ന് നോക്കാം. സാധാരണയായി ഡയറ്റ്, മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി എന്ന് പറയുന്ന ഡയറ്റിൻ്റെ മാർഗത്തിലൂടെ അല്ലെങ്കിൽ എക്സസൈസിൻ്റെ മാർഗങ്ങളിലൂടെയൊക്കെ 1-2 ആഴ്ച നോക്കുകയും, എന്നാൽ കൃത്യമായ ടാർഗറ്റിൽ എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ തീർച്ചയായും ഇൻസുലിനാണ് ഇത്തരം രോഗികളിൽ ഏറ്റവും പ്രിഫർ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഫോം എന്ന് പറയുന്നത്. ഇൻസുലിന് പുറമെ ചിലപ്പോൾ മെറ്റ്ഫോമിൻ തുടങ്ങിയ ഓറൽ ഹൈപ്പോഗ്ലൈസീമിക് ഡ്രഗ്സും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ. ഇതൊക്കെ വെച്ച് ഷുഗർ വളരെയധികം കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. അതായത് ഫാസ്റ്റിംഗ് ടാർഗറ്റ് എന്ന് പറയുന്നത് 95 മില്ലിഗ്രാം പെർസെൻറ്റേജിലും 2 hour ഗ്ലൂക്കോസ് ടാർഗറ്റ് എന്ന് പറയുന്നത് 120 മില്ലിഗ്രാം പെർസെൻറ്റേജിന് താഴെയായി മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മൾ പ്രഗ്നൻസിയിൽ ശ്രമിക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, പ്രഗ്നൻസിയിലെ ഗ്ലൂക്കോസ് പലതരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാം. അതായത് പ്രഗ്നൻസിയിൽ ഗ്ലൂക്കോസ് ഉള്ള അമ്മയുടെ കുട്ടിയുടെ അംബിലിക്കൽ കോഡിലേക്കുള്ള ഇൻസുലിൻ്റെ അളവ് കൂടുതലായിരിക്കാം. ഇത് ഇൻസുലിൻ ഒരു ആനബോളിക് ഹോർമോൺ ആയിരിക്കുന്നത് വഴി കുട്ടിക്ക് വലുപ്പം കൂടുതൽ ഉണ്ടാക്കാം. ഈ മാക്രോസോമിയൊക്കെ പലതരം പ്രോബ്ലംസ്, ഒന്നാമത് ഡെലിവറി എടുക്കുന്ന സമയത്ത് പല വ്യത്യസ്ത തരങ്ങളായ ഓപ്പറേറ്റീവ് പ്രൊസീജിയറിൻ്റെ ആവശ്യകത ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാം. അതോടൊപ്പം തന്നെ കുട്ടികൾ ജനിക്കുമ്പോൾ നിയോനേറ്റൽ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയും, കുട്ടികളുടെ രക്തത്തിലെ ഷുഗർ പെട്ടെന്ന് കുറയ്ക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാം. അങ്ങനെ പലവിധ കോംപ്ലിക്കേഷൻസ് അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് ജസ്റ്റേഷണൽ ഡയബറ്റീസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായി നിങ്ങളുടെ ഡയബറ്റോളജിസ്റ്റിനെയോ എൻഡോക്രൈനോളജിസ്റ്റിനെയോ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്ന മാർഗ്ഗനിർദ്ദേശങ്ങളും ഭക്ഷണക്രമങ്ങളും പാലിച്ചുകൊണ്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. Stay healthy. Follow for more.